office bearers of Quran Sunnat Society and those members present here, to all of you I say Salam Alaikum. ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഭാരവാഹികൾക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അസ്സലാമു അലൈക്കും. Recently in the Cambridge University Journal of Genetics, they published an article on the DNA of Hindus and Muslims and found that they were the same. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ജേർണൽ ഓഫ് ജെനറ്റിക്സ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും DNA പരിശോധനയുടെ ഫലം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപ്രകാരം എല്ലാവരുടെയും DNA ഒന്ന് തന്നെയാണ് എന്ന് കണ്ടെത്തി. That is, Hindus and Muslims are blood brothers and sisters. That is now established by modern science. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളാണ് എന്നത് മോഡേൺ സയൻസിലൂടെയും ആധുനിക ശാസ്ത്രത്തിലൂടെയും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. സഹോദര സഹോദരി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ അമ്മ പെറ്റ മക്കൾ, സഹോദരി സഹോദരന്മാരെ പോലെയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. So, if we are together, then we will stand by with each other and fight for each other. നമ്മൾ സഹോദരന്മാരെന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് പോരാടുകയും ഒരുമിച്ച് ജീവിക്കുകയും വേണം. When I fought against Islamic Bank, some groups said that I was fighting because I am anti-Muslim. ഇസ്ലാമിക് ബാങ്കിനെതിരെ ഞാൻ കോടതിയിൽ പോരാടിയപ്പോൾ ഞാൻ മുസ്ലിം വിരോധിയാണ്, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പലരും ആരോപിച്ചു. What is the difference between an Indian bank and an Islamic bank? ഇസ്ലാമിക് ബാങ്കും ഇന്ത്യൻ ബാങ്കും തമ്മിൽ എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസം? First difference is that Indian bank charges interest on the loan they give you, and Islamic bank does not charge interest. ഇന്ത്യൻ ബാങ്കുകൾ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യും. ഇസ്ലാമിക് ബാങ്ക് പലിശ വാങ്ങുന്നില്ല. But if you want a loan from an Indian bank to buy a house, then the bank will give you the money. ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വീട് വയ്ക്കാനായിട്ട് നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്ക് നമുക്ക് പണം തരും. Then they will collect the loan back in installment with interest. അതിനുശേഷം നമ്മളുടെ നിന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മുതലും പലിശയും തിരിച്ചു പിടിക്കും. Islamic bank will not give you the money to buy the house. They will say, you tell us which house you want to buy. The bank will buy, and then they will add a service charge and give it to you. ഇസ്ലാമിക് ബാങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം തരികയില്ല. ഏത് വീടാണ് വാങ്ങേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുക. ആ വീട് ബാങ്കുകാർ വാങ്ങിച്ച് നിങ്ങൾക്ക് കൈമാറും. എന്നിട്ട് ഒരു സർവീസ് ചാർജ് കൂടെ ചേർത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചു ഈടാക്കും. So what is the difference? It is better I give you the money and charge you interest than buy the house, add a service charge and give it. So instead of touching your ear this way, you touch it that way. This is the only difference between an Indian bank and Islamic bank. തർജ്ജമ വേണോ? അപ്പോൾ നേരിട്ട് പണം നൽകുന്നതിന് പകരം ചുറ്റി വളഞ്ഞ് വീട് വാങ്ങിച്ച് സർവീസ് ചാർജ് കൂട്ടി അത് തിരിച്ചു പിടിച്ച് നേരെ മൂക്ക് പിടിക്കുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? And I found that the service charge is more than the interest charged by the Indian bank. സർവീസ് ചാർജ് ആണെങ്കിൽ സാധാരണ ബാങ്ക് വാങ്ങുന്നതിൻ്റെ ഇരട്ടി വാങ്ങുകയും ചെയ്യും. ഫലത്തിൽ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരുന്നു. That is why I opposed it, and the court agreed with me, Reserve Bank agreed with me, the Ministry of Finance agreed with me, only the
extremist Islamic organizations did not agree with me. ഞാനിത് കോടതിയിൽ കൊടുത്തപ്പോൾ കോടതിക്ക് അത് ബോധ്യം വന്നു, റിസർവ് ബാങ്കിന് ബോധ്യം വന്നു, ധനകാര്യ വകുപ്പിന് ബോധ്യം വന്നു. ഫണ്ടമെന്റലിസ്റ്റായിട്ടുള്ള ചില മുസ്ലിങ്ങൾക്ക് മാത്രം ഇന്നും ബോധ്യം വരുന്നില്ല. And so the judgment said, change the law if you want Islamic Bank. Under the present law of India, Islamic Bank cannot be set up. It is illegal. അങ്ങനെ കോടതി പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ലാമിക് ബാങ്ക് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോഴുള്ള നിയമങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതേണ്ടി വരും. നിലവിലുള്ള നിയമം വെച്ച് ഇസ്ലാമിക് ബാങ്ക് ഭാരതത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. Some time ago, one friend of mine who is the head of the Waqf board in Delhi called Mr. Faruqi, he is my neighbor, he was asking me, why is it that you want uniform civil code in India? കുറച്ച് നാൾ മുമ്പ് എൻ്റെ സുഹൃത്തും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സെക്രട്ടറിയുമായ കമൽ ഫാറൂഖി എന്നോട് ചോദിച്ചു, എന്തിനാണ് ഒരു ഏകീകൃത സിവിൽ നിയമം വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത്? So I asked him, why you don't want me to make this call? You explain that first. ഞാൻ തിരിച്ചു ചോദിച്ചു, ഏകീകൃത സിവിൽ കോഡ് എന്തുകൊണ്ട് പാടില്ല എന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കൂ. So he said, because it is against Sharia law, therefore we Muslims cannot accept a uniform civil code. അദ്ദേഹം പറയുന്നത് ഏകീകൃത സിവിൽ നിയമം ശരിയ നിയമത്തിന് വിരുദ്ധമാണ്, അത് മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. Then I said, why is it that you have accepted uniform civil code in Australia and United States? എന്തുകൊണ്ട് നിങ്ങൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഏകീകൃത സിവിൽ നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. So he said, that is because Australia and America will not let us stay in their country unless we accept uniform civil code. അദ്ദേഹം പറഞ്ഞു, നിസ്സഹായരാണ് ഞങ്ങൾ, അവിടെ താമസിക്കാൻ സമ്മതിക്കുകയില്ല, ജീവിക്കാൻ സമ്മതിക്കുകയില്ല, ഏകീകൃത സിവിൽ നിയമത്തിന് വിധേയരായിട്ടേ അവിടെ ജീവിക്കാൻ ആ രാജ്യങ്ങൾ അനുവദിക്കുകയുള്ളൂ. Then I said, what happened to your Sharia law then? You said we cannot tolerate any variation from Sharia law, but in Australia and in America you are ready to accept. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ പൂച്ച പുറത്തു വന്നല്ലോ, നടക്കില്ല എന്നുള്ളിടത്ത് നടത്തുകയില്ല, ഇവിടെ എന്തും നടക്കുമെന്നുള്ള സ്ഥിതിയുണ്ട്, നിങ്ങൾക്ക് ആരെയും പേടിയില്ല, നിങ്ങൾ വിചാരിച്ചാൽ പലരെയും പേടിപ്പിക്കാമെന്നുള്ള സ്ഥിതിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശരീഅത്ത് നിയമത്തിന് വിധേയരായിട്ടേ ജീവിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നു. അതേസമയം അത് പാടില്ല എന്നൊരു സർക്കാർ ഉറച്ചു പറഞ്ഞാൽ നിങ്ങൾ കീഴടങ്ങുകയും ചെയ്യും. ഇത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ശരിയാ ഭക്തി. Today Janata Party is a part of NDA. Mr. Mohandas is the Kerala state president. Of course, our associate and the major party is BJP, and his president of Kerala, Mr. Mulidan, is here. And many people think NDA is going to come to power. So many ambassadors have started inviting me for dinners and lunches to know what is the view of NDA. So I was invited recently by the Saudi Arabian ambassador for a lunch. ഇന്ന് ജനതാ പാർട്ടി NDAയുടെ ഒരു ഘടകകക്ഷിയാണ്. മോഹൻദാസാണ് കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. പക്ഷെ വലിയ പാർട്ടി തീർച്ചയായും BJP ആണ്. ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുരളീധരൻ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ NDA അധികാരത്തിൽ വരും എന്ന് പലരും പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്നെ പല പരിപാടികൾക്കും ഭക്ഷണത്തിനും ഡിന്നറിനും ഒക്കെ പലരും ക്ഷണിക്കാറുണ്ട്. അടുത്ത കാലത്ത് സൗദി അറേബ്യയിലെ അംബാസഡർ എന്നെ ഒരു ഡിന്നറിന് ക്ഷണിച്ചു. I asked the Saudi Arabian ambassador, is it a fact that in Saudi Arabia you demolish masjids to make roads? In fact, the Bilal Masjid in Makkah, where Muhammad used to read namaz, you even demolished that. Is it a fact? I asked him. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സൗദി അറേബ്യയിൽ നിങ്ങൾ മോസ്ക് പൊളിച്ചു കളയാറുണ്ടോ റോഡിൻ്റെ ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട്? ഞാൻ അറിഞ്ഞത് ബിലാൽ മസ്ജിദ്, മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ബിലാൽ മസ്ജിദ് പോലും ഒരു റോഡിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ പൊളിച്ചു മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് ഞാൻ കേട്ടു. ഇത് ശരിയാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു.
So I asked him, how can you demolish these masjids? They are religious places. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്, ഇതെല്ലാം മതസ്ഥാപനങ്ങളാണ്, ആരാധനാലയങ്ങളാണ്, ഇതെങ്ങനെ നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാൻ സാധിക്കും? So he said, no, masjid is not a religious place. Masjid is a place to read namaz. Namaz you can read anywhere, even on the railway platform. അദ്ദേഹം പറഞ്ഞു, മസ്ജിദ് എങ്ങനെയാണ് ആരാധനാലയമാകുന്നത്? അത് നമാസ് നടത്താനുള്ളൊരു സ്ഥലം മാത്രമാണ്. അത് എവിടെ വെച്ച് വേണമെങ്കിലും നടത്താം, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നടത്താം. So then I asked him, you mean that any masjid, if there is some public purpose, can be demolished? അപ്പം ഞാൻ ചോദിച്ചു, ഒരു പൊതു ആവശ്യത്തിനായിട്ട് ഒരു മസ്ജിദ് പൊളിക്കുന്നത് ശരിയാണോ, ചെയ്യാമോ അങ്ങനെ എന്ന് ചോദിച്ചു. He said, yes, if Muslims and we tell the people, explain to them, and then you can build the masjid in another place, and then there is no problem. അദ്ദേഹം പറഞ്ഞു, അതിൽ യാതൊരു തിരക്കേടുമില്ല. ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് വേറെ എവിടെയാണ് നമുക്ക് സ്ഥലം എന്ന് നോക്കി അവിടെ പണിഞ്ഞിട്ട് ഇത് പൊളിച്ചു മാറ്റാം. പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൊളിച്ചു മാറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല. So I asked him whether for Krishna Mandir in Vrindavan and Ram Mandir in Ayodhya and Kashi Vishwanath Mandir in Varanasi, can we ask the Muslim community to please build it in another place where the government of India will help build it? We will not allow anyone to take law into their own hands and demolish it, but the government asks the Muslim leadership, please build the masjid in another place, and whether Saudi Arabia will help us in this by issuing a fatwa. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭാരതത്തിൽ ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം, ഇവിടെയെല്ലാം മസ്ജിദുകളുണ്ട്, നിരന്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കാൻ ഞങ്ങളുടെ സർക്കാർ മുന്നോട്ട് വന്നാൽ, മുസ്ലിങ്ങളോടുമൊക്കെ സംസാരിച്ച് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ഈ മസ്ജിദ് മാറ്റാം എന്നൊരു നിർദ്ദേശം സർക്കാർ കൊണ്ടുവന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഫത്വ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. So I am telling you that these extremist Muslims in India, they are more extreme than even Saudi Arabia. അപ്പോൾ ഫലത്തിൽ എന്താണ്? സൗദി അറേബ്യയാണല്ലോ ലോക മുസ്ലിമിൻ്റെ ഒരു ഹെഡ് ഓഫീസ്. അവിടെയുള്ളവരെക്കാളും കടുത്ത തീവ്രവാദികളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് വരുന്നു. So I am very happy to see that today you are standing up and saying, thanks to Chekanur Molvi, that you are standing up. Yes, we are part of one country. We will solve all our problems by discussion, nothing by force, nothing by imposition. Only if you accept, the Muslim community accept, we will do. But we will like to discuss with it and deal it with the way of brotherhood, because we are both Hindus and Muslim of one blood. ഞാൻ ഇന്ന് വളരെ സന്തുഷ്ടനാണ്. കാരണം നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഈ തീവ്രവാദത്തിനെതിരെ രാജ്യരക്ഷയ്ക്കായി ഒരു കൂട്ടായ്മയായിട്ട് പോരാടാൻ തീരുമാനിച്ചിവിടെ സന്നിഹിതരായതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല. നമുക്ക് കൂടി ആലോചിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. കാരണം നമ്മളെല്ലാം സഹോദരന്മാരാണ്. മുൻകൈ എടുത്ത് ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ഇടയിൽ ഉണ്ടാകാനും പാടുള്ളൂ. Most people don't know that my son-in-law is a Muslim and he lives with me in the same house in Delhi. പലർക്കും അറിയില്ല, എൻ്റെ മകളുടെ ഭർത്താവ് ഒരു മുസ്ലിമാണ്. എൻ്റെ കൂടെ ഡൽഹിയിൽ എൻ്റെ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. So when he has no problem, why these extremist Muslims are having problem with me? അപ്പോൾ എൻ്റെ മരുമകന് ഇല്ലാത്ത പ്രശ്നം മറ്റ് ഈ തീവ്രവാദ മുസ്ലിങ്ങൾക്ക് എന്നോട് ഉണ്ടാവേണ്ട കാര്യം എന്താ? Most of your problems are the same problems as us. Corruption. Is this a Hindu problem or a Muslim problem? നോക്കൂ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ അഴിമതി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ ബാധകമല്ലേ? In fact, most of the problems in India that you face, unemployment, price rise, corruption, all are Hindus and Muslims both suffer equally.
നമ്മളെല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ സഹിക്കുന്ന ദുരിതങ്ങളാണ് അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ. ഇതെല്ലാം, ഇതിനൊന്നും മതമില്ലല്ലോ, നമ്മൾ ഒരുമിച്ച് സഹിക്കുകയല്ലേ ഇതെല്ലാം. Therefore, all that is required is that we become nationalist, we look at Indian problems with the Indian perspective. We may be having Hindus in Sri Lanka who are terrorists like the LTT. We don't support them because they are Hindus. Same way, if you have terrorists in Pakistan who are Muslim, doesn't mean you support them because they are Muslim. We are Indian nationals, so we are Indians first, then only Hindu, then only Muslim. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? കൂട്ടായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുക, ദേശീയവാദിയാകുക. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ. ശ്രീലങ്കയിലെ ഹിന്ദുക്കൾ LTT എന്നുള്ള പേരിൽ തീവ്രവാദികളായി. അവർ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ബാക്കി ഹിന്ദുക്കളെല്ലാം, ലോകത്തിലെ ഹിന്ദുക്കളെല്ലാം അവരെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ശരിയല്ല. പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ആരെങ്കിലും തീവ്രവാദിയായി കഴിഞ്ഞാൽ ഭാരതത്തിലെ മുസ്ലിങ്ങൾ അവരെ പിന്തുണയ്ക്കണം എന്ന് പറയുന്നത് ശരിയാകുമോ? ആവില്ല. നമ്മളെല്ലാം പ്രാഥമികമായിട്ട് ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്, അതിനുശേഷമാണ് ഹിന്ദു മുസ്ലിം എന്തു വന്നാലും. Now, when Shivaji was fighting, his commander-in-chief was a Muslim. ശിവജിയുടെ കാലത്ത്, പഴയ ചരിത്രത്തിൽ ശിവജിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ സേനാ നായകൻ ഒരു മുസ്ലിമായിരുന്നു. In 1857, which is now called the First War of Independence, Hindus and Muslims fought together, and ultimately Bahadur Shah Zafar was made the emperor, and the prime minister was a Hindu. They jointly decided this. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നാണ് ബ്രിട്ടീഷുകാരെ നേരിട്ടത്. ആ സമരത്തിന്റെ അന്ത്യത്തിൽ അവരോധിച്ചത് ബഹദൂർ ഷാ സഫറിനെ ആയിരുന്നു. പ്രധാനമന്ത്രിയായിട്ട് ഒരു ഹിന്ദുവിനെയും അവരോധിച്ചു. ഇത് കൂട്ടായ തീരുമാനമായിരുന്നു. So therefore the British got afraid in 1857, and then they got some people to create a distance between Hindus and Muslims. അന്ന് ഭയന്നു പോയതാണ് ബ്രിട്ടീഷുകാർ. ഈ ഒത്തൊരുമ കണ്ട് ഭയന്നു പോയ അവരൊരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും നിതാന്തമായിട്ട് തമ്മിലടിപ്പിക്കാനുള്ള കള്ളച്ചരിത്രം എഴുതിയുണ്ടാക്കി. And that is how slowly the movement was built. Muhammad Ali Jinnah fell victim to this, and when the British offered separate electorate, Muslim will vote only for Muslim, and Christian and Hindus will vote only for Hindus, Muhammad Ali Jinnah made the mistake of accepting that. അത് മുന്നോട്ട് പോയിട്ടാണ് ആ കുടുക്കിൽ പലരും നിപതിച്ചത്. അതിലൊരാളായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ബ്രിട്ടീഷുകാർ പ്രത്യേക ഇലക്ട്രേറ്റ്, അതായത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും, ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടാകും, ഹിന്ദുക്കൾ അയാൾക്ക് വോട്ട് ചെയ്യും. ഈ രീതിയിൽ പ്രത്യേക ഇലക്ട്രേറ്റ് കൊണ്ടുവന്നപ്പോൾ അത് തള്ളിക്കളയുന്നതിന് പകരം മുഹമ്മദ് അലി ജിന്ന ആ സൂത്രപ്പണി മനസ്സിലാക്കാതെ അത് അംഗീകരിക്കുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്തു. They tried that with scheduled caste also, and they offered Ambedkar a separate electorate like they offered Muhammad Ali Jinnah. But Ambedkar knew what the British tricks were. So he said, no, I have many disagreements with caste Hindus, but on this I will not fall prey to you. I will not accept it, and he did not accept it. ഇതേ തന്ത്രം പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയും അവർ പ്രയോഗിച്ചു. അവർക്ക് പ്രത്യേകം വോട്ട്, പ്രത്യേകം സ്ഥാനാർത്ഥി, അവർ മാത്രം വോട്ട് ചെയ്യുക, ഈ രീതിയിലൊരു തന്ത്രം കൊണ്ടുവന്നു. അംബേദ്കറിനെ സമീപിച്ചു. അംബേദ്കർ പക്ഷേ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇതൊക്കെ ഞങ്ങളെ തമ്മിൽ ഛിദ്രിപ്പിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്, ഞാനിതിൽ വീഴില്ല, ഞാനിത് സമ്മതിക്കുകയുമില്ല. But the British game went on, and finally India was divided into India and Pakistan. പക്ഷെ ബ്രിട്ടീഷുകാർ അനവരതം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവസാനം ഭാരതത്തെ രണ്ടാക്കി വെട്ടിമുറിക്കേണ്ട ഗതികേടുമായി. So I want to say to you, and I not saying here only, I went in May 22nd to Srinagar in Lal Chowk with both, he was also there. We addressed a meeting of the Janata Party there, and I said, if there are any human rights excesses by any military force, first you declare you are an Indian, then I will fight for you, otherwise I will not fight for you. ഞാൻ ഇതിവിടെ മാത്രം പറയുന്നതല്ല, ശ്രീലങ്കയിലും കാശ്മീരിലും ഒക്കെ ഞാൻ പറയാറുണ്ട്. കാശ്മീരിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ടി പട നയിക്കാൻ ഞാൻ തയ്യാറാണ്.
പക്ഷെ ഒരു കാര്യം മാത്രം, നിങ്ങൾ ആദ്യം തീരുമാനിക്കണം, ഞാൻ ഭാരതീയനാണ്, ഇന്ത്യനാണ് ഞാൻ എന്ന് ആദ്യം തീരുമാനിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുക. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. The same thing I am saying to you. If you stand and anyone troubles you, then I will come to your rescue here. അതേ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങളെ ആരുപദ്രവിക്കാൻ വന്നാലും ഈ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകും. The day the Hindus and Muslims unite, we will become a very strong country. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്നാൽ നമ്മുടെ രാജ്യം ഏറ്റവും ശക്തിയുള്ളൊരു രാജ്യമായിട്ട് മാറും. And now many Muslim groups are joining this movement of nationalist movement. In North India, the Shia community has told all of us that this time they are going to support the NDA. ഈ മുഖ്യധാരയിലേക്ക്, ദേശീയധാരയിലേക്ക്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം വന്നിരിക്കുന്നത് ഷിയ മുസ്ലിങ്ങളാണ്. ഷിയ മുസ്ലിങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു, അടുത്ത തവണ ഞങ്ങളുടെ വോട്ട് NDAയ്ക്കായിരിക്കും, ഞങ്ങൾ അവരുടെ കൂടെയാണ്. And there are other groups also coming. For instance, the Ahmadi group is coming with us. So is the Barelvi in the Muslim community also coming with us. More and more Muslims now realize that what is needed is the economic development of our society, and in this we don't look ourselves as Hindus and Muslims and Christians and so on. ഇന്നിപ്പോ ഓരോ ഗ്രൂപ്പുകളായിട്ട് അത് മനസ്സിലാക്കി വരുന്നു. അഹമ്മദിയ ഗ്രൂപ്പ് വരാൻ തയ്യാറായി നിൽക്കുന്നു, ബറേൽവികൾ വരാൻ തയ്യാറായി നിൽക്കുന്നു, ദേവബന്ദികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ഹിന്ദു മുസ്ലിം എന്നൊക്കെ വേർതിരിഞ്ഞ് ഗ്രൂപ്പുകളായിട്ട് പരസ്പരം മല്ലടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കാലത്തും നന്മ വരികയില്ല എന്നുള്ളത് ഓരോരുത്തരായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയൊരു പ്രസ്ഥാനമായിട്ട് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. Many foreign forces are scared of this and they are trying to create a division by spreading false propaganda. സ്ഥാപിത താല്പര്യക്കാർക്ക് ഇത് പിടിക്കുന്നില്ല. അവരോരോ തന്ത്രങ്ങളായിട്ട് ഇറക്കുന്നു. ഈ പ്രസ്ഥാനത്തെ പിളർക്കാനായിട്ട്, ഇവരിൽ ഛിദ്രവാസന ഉണർത്താനായിട്ട് പലവിധ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. And when they feel desperate, they start using violence. അവർക്ക് തീരെ നിരാശയായി കഴിയുമ്പോൾ അവർ അക്രമത്തിലേക്കും തിരിയുന്നു. And that is what happened to the great Chekanur Maulvi, who preached that Quran is the original and only document for Muslims. And these people, these extremists could not stand it, so they had him killed. ഇതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ചേകന്നൂർ മൗലവിയുടെ കൊലപാതകം. അവരുടെ നിരാശയിൽ നിന്ന്, അവരുടെ ഭയത്തിൽ നിന്ന് അദ്ദേഹത്തെ അവർ പിടികൂടുകയും കൊന്നുകളയുകയും ചെയ്തു. So therefore, today I am saying, your office bearers have asked me to ask the government to institute a CBI inquiry. I will go to Delhi and study the files and try to help you to see that the CBI inquiry is ordered. Excuse me, NIA investigation, but a reopening of the prosecution has to be done by CBI. ചേകന്നൂർ മൗലവിയുടെ കാര്യത്തിൽ ഞാൻ ഡൽഹിയിൽ പോയാൽ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം പഠിച്ചിട്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആവശ്യപ്രകാരം ഈ വിഷയം NIAയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് ഞാൻ വാഗ്ദാനം തരുന്നു. And you continue your activities, continue for unity. We are with you. I am happy that the BJP state president is also present. We are today a big force in the country. We will not allow foreigners to divide us. We will become united Indians in full brotherhood. That is the goal for which we shall work. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അവരുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നമുക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനും ഈ വേദിയിലുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പോരാടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. There are already Muslim spokesmen for the BJP. We Janata Party, we have Muslim unit in Srinagar who are nationalists.
Similarly, in Mumra, where no other party, national party has a unit, we have a unit. So we have whoever identifies with India, whoever says that Hindus, Muslims are brothers and sisters, those Muslims we are willing to work with and create an atmosphere of peace and fight against all these extremists wherever necessary. ഇന്നിപ്പോൾ BJPക്ക് ഒരു മുസ്ലിം വക്താവ് തന്നെയുണ്ട്. ഞങ്ങളുടെ ജനതാ പാർട്ടിക്ക് ശ്രീനഗറിൽ യൂണിറ്റ് ഉണ്ട്, മുംബ്രയിൽ യൂണിറ്റ് ഉണ്ട്. ദേശീയ പാർട്ടികൾക്കൊന്നും യൂണിറ്റിൽ തുടങ്ങാൻ പേടിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ യൂണിറ്റുകൾ തുടങ്ങി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഈ സമരത്തിൽ വിജയിക്കും. ആർക്കൊക്കെയാണോ, ഏതൊക്കെ മുസ്ലിങ്ങളാണോ അനാഥരെന്ന് തോന്നൽ വേണ്ട, ഞങ്ങൾ അവരെ സംരക്ഷിക്കാനുണ്ട്, ഞാൻ അവരെ സംരക്ഷിക്കാനുണ്ട്. So from today our common slogan is, we are Indians first, only then we are Hindus and Muslims. If Indian interests are involved, we shall stand by Indian interest and not look at anything else. ഇന്നു മുതൽ നമ്മുടെ മുദ്രാവാക്യം, ഞാൻ ആദ്യം ഭാരതീയനാണ്, അതിനുശേഷം മാത്രമാണ് ഹിന്ദുവോ മുസ്ലിമോ എന്നുള്ളത്. ഭാരതത്തിൻ്റെ കാര്യം എവിടെയുണ്ടോ അത് പ്രതിരോധിക്കാൻ ഞാൻ തയ്യാറായിട്ട് മുന്നിട്ടിറങ്ങും. ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളാണ്, ബാക്കിയെല്ലാം പിന്നത്തേക്ക് ഞാൻ മാറ്റിവെക്കുന്നു എന്ന് ഇന്ന് നമുക്കിവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യാം. So I look forward to coming again to Kozhikode and addressing another meeting of you after I have got some results on the question of the NIA investigation of the Chekannur Maulvi, that murder that took place in 1993 by two people who pretended to take him to a public meeting and then he made him disappear. We shall not rest till the culprits are caught and brought to book. ഞാൻ ഇനിയും കോഴിക്കോട് വരും, ഇനിയും ഞാൻ വരും. ചേകന്നൂർ മൗലവി കേസിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിച്ച് NIA-യുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിഫലവുമായി, അതിൻ്റെ റിസൾട്ടുമായിട്ട് വീണ്ടും കോഴിക്കോട് വരാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അന്ന് നിങ്ങളെ വീണ്ടും കാണാം എന്ന് ഞാൻ വാക്ക് തരുന്നു. Thank you very much.